ഒരു അടിപൊളി ഒരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ഇത് കിട്ടിയാ കൊള്ളാന്നുണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാൽ നിങ്ങൾക്ക് നമ്മൾ തരട്ടെ, നമ്മുടെ പിള്ളേരെ നമുക്ക് കൊടുക്കാം. ഒറ്റ കണ്ടീഷൻ, ഇതിന്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ഗസ് അടിച്ചാൽ മതി. ജസ്റ്റ് നോക്കിക്കോ, കൊള്ളാവോ? ഇതിന്റെ ജസ്റ്റ് വില ഒന്ന് പറയാവോ? ഗസ് അടിക്കാവോ? ചുമ്മാ ഒന്ന് ഗസ് അടിച്ചു. ഞാൻ ഒരു ക്ലൂ തരാം. 500-നും 900-നും ഇടയ്ക്കാം. 899. ഓ റോങ് ആൻസർ. അതിന്റെ അടുത്തൊക്കെ വന്നത് ഏകദേശം പിടിച്ചോ? ഒന്ന് പറഞ്ഞോ. 600 പോരാ, ഇച്ചിരി കൂടി എന്ന് പറഞ്ഞു. 695. റൈറ്റ് ആൻസർ. കൈ പിടിച്ചേ. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പൊ അടിപൊളി ആൻസർ, കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻസർ. അപ്പം ചുരിദാർ നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം. ഈ സമ്മാനം നമുക്ക് ആരെ സ്പോൺസർ ചെയ്യുന്ന അറിയാം? ഈ ചുരിദാർ സ്പോൺസർ ചെയ്യുന്നത് വൃതി ഡിസൈൻസ്, നമ്മുടെ എക്സ്ചേഞ്ച് മാള്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി എടുക്കണം. നൗ സ്റ്റോക്സ് ജിമ്മ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോവേഴ്സ് ആണ്. എന്തായാലും നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ആണെങ്കിൽ എന്താ സമ്മാനം ഉറപ്പ്. എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വെച്ചോ. എന്തായാലും നിങ്ങൾ ഏത് സ്ഥലത്തായാലും നിങ്ങളെ കാണാൻ നമ്മള് വന്നിരിക്കും. അപ്പൊ ഇന്നാ ടോപ്പ് കിട്ടില്ലേ? ഹാപ്പി ആയില്ലേ? അപ്പൊ നമുക്ക് ടോപ്പ് ആരാ വന്നിരിക്കുന്നത്? വൃതി ഡിസൈൻസ് എവിടെ വരുന്നത്? നമ്മുടെ എക്സ്ചേഞ്ച് മാളിലാണ്. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ? അപ്പൊ ഓക്കെ, മോള് ഹാപ്പി ആയില്ലേ? ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അപ്പൊ ചലഞ്ച് പറഞ്ഞു. എന്താ ചലഞ്ച് പറയാം? അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും. ആ ഡയലോഗ് തെറ്റാതെ പറയണം. തെറ്റാതെ പറഞ്ഞാൽ അടിപൊളി ഒരു സമ്മാനം തരും. അപ്പൊ ഓക്കെ അല്ലേ? ഹാപ്പി ആണല്ലോ. അപ്പൊ എന്തായാലും പേരെന്താ? അശ്വതി. പേര്? കൃഷ്ണപ്രിയ. നിങ്ങളെന്താ വർക്ക് ചെയ്യണോ? പഠിക്കുകയാണല്ലേ? അപ്പോൾ ഞാൻ ഒരു ഡയലോഗ് പറയും. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് പറയും. ആ ഡയലോഗ് കറക്റ്റ് ആയിട്ട് തെറ്റാതെ പറയണം. ഓക്കെ. പറയുകയാണെങ്കിൽ കിടില ഒരു അവിൽ മിൽക്ക് ഞങ്ങൾ രണ്ടുപേർക്ക് കിടില ഒരു അവിൽ മിൽക്ക് പോയി കുടിക്കാം. സെറ്റ് അല്ലയോ? ഓക്കെ. അപ്പോൾ ഡയലോഗ് പറയണേ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യം കൂട്ടിക്കൊഴിച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ആസനത്തിൽ ബാധിച്ചിട്ടിരിക്കുന്ന നിന്നെ പോലുള്ള പരമനാറിക്ക് ആ പേര് ചേരൂ. എനിക്ക് ആ പേര് തരില്ല. ഐ എം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് മുമ്പർ ദാറ്റ്. പറഞ്ഞോ. കുറച്ചുകൂടെ എളുപ്പാക്കാൻ പറ്റും. പറ്റില്ല. പറ്റുന്ന പോലെ പറഞ്ഞാൽ മതി. ഒന്നുകൂടി പറഞ്ഞു. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യം കൂട്ടിക്കൊഴിച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ആസനത്തിൽ ബാലം ചുട്ടിരിക്കുന്ന നിന്നെപ്പോലുള്ള പരമനാറിക്ക് ആ പേര് ചേരൂ. എനിക്ക് ആ പേര് ചേരില്ല. ഐ ആം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് മുമ്പർ ദാറ്റ്. മോഹൻ പറഞ്ഞോ. അറിയത്തില്ല, എന്നാലും പറയാം. മോള് പറ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം കൃഷ്ണാനം വെട്ടി വിഴുങ്ങുന്ന നിന്നെ പോലെയുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരും. എനിക്ക് ആ പേര് ചേരില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അപ്പോൾ ഓക്കേ, പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് കൈ കൊടുത്തേ. അപ്പോൾ എന്തായാലും ശരിക്കും അർജു മോളോട് പറഞ്ഞു. മോള് പറയാക്കോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഡയലോഗ് പറഞ്ഞോ. പറ്റുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. പറഞ്ഞോ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും. അടിപൊളിയായിട്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് അവിൽ മിൽക്ക് വരുന്നത് അറിയാവോ? നമ്മുടെ ബാർബിന്ന് കേട്ടിട്ടുണ്ടോ? ബാർബി കേട്ടിട്ടുണ്ടോ? നമ്മുടെ കരുനാഗപ്പള്ളി അവിൽ മിൽക്കിന്റെ രാജാവെന്ന് അറിയപ്പെടുന്ന ലൊക്കേഷൻ എവിടാന്ന് അറിയാവോ? ബാർബിയുടെ ലൊക്കേഷൻ വരുന്നത് HNJ മോളിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ബാർബി നൽകുന്ന സമ്മാനമാണ്. അപ്പൊ എന്തായാലും ആ ഒരു ഗിഫ്റ്റ് കൂപ്പൺ. അപ്പൊ 2 പേർക്കും ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്. അവിടെ പോയിട്ട് 2 പേരും 2 അവിൽ മിൽക്ക് കുടിച്ച ഹാപ്പി ആയില്ലേ 2 പേരും? അപ്പൊ ഞങ്ങൾ 2 പേരെ ഫോളോ ആയിട്ടുണ്ടോ? ജിമ്മും സ്റ്റോക്സ് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ വേറെ സമ്മാനം കൊടുത്തിട്ട് ഫോളോ ആയിട്ടുണ്ടോ? ഇൻസ്റ്റയില്ല, യൂട്യൂബോ ഫേസ്ബുക്കോ ഏതേലും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ നൗ സ്റ്റോക്സ് ജിമ്മും എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. നൗ സ്റ്റോക്ക് ജിബൂമ്പ എല്ലാവരെയും ഫോളോ ചെയ്യണം. അപ്പൊ എല്ലാവരും ടാറ്റ കൊടുത്തേ. ഓക്കെ.